السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. ഇപ്പോൾ ഏറ്റവും വലിയ വിവാദത്തിലാണ് കുരുവട്ടൂർ തരീഖത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവர்களுടെ പേരിൽ ഒരു വിവരമില്ലാത്ത ആള് CM വലിയുല്ലാഹി അവർക്ക് ഇല്ലാത്ത കറാമത്ത് വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാ വഹാബികളും രംഗത്ത് വന്നു. അതിന് വഴിമരുന്നിട്ട് കൊടുത്തതാണ് ഈ വ്യാജ തരീഖത്ത്. ആദ്യമായിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് കടക്കാം. ഇബ്ലീസിന് വേണ്ടി വന്നാൽ വീണ്ടും മലക്കുകളുടെ ഗുരുനാഥനാക്കും എന്ന അർത്ഥതലങ്ങളുള്ള ഈ പ്രയോഗം, ഇത് ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനവറുകളിൽ നിന്നിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾ നിന്നും ഈ സംഭവം ഉദ്ധരിച്ചിട്ടില്ല. ഞാൻ ഇബ്ലീസിനെ നന്നാക്കാൻ എനിക്ക് പറ്റുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഈ പാട്ടുകാരൻ മാത്രമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ടതില്ല. ഇനി വഹാബിയും അതുപോലെ എങ്ങനെയാണ് സമസ്തക്കാർക്ക് മടവൂരിന്റെ പേരിലുള്ള പാട്ടിനെ എതിർക്കാൻ കഴിയുക? വീണ്ടും കാണാൻ കഴിയും ഇബ്ലീസ് തടിക്കാൻ. എല്ലാ വഹാബിക്ക് വരെ ഈ ചോദ്യം മനസ്സിലായി. തള്ളാതെ മടവൂരി ശൈഖിനെ കുറിച്ചുള്ള ഈ പാട്ടിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? പണ്ടത്തെ അതേ വഹാബി കൊണ്ട് വരികയാണ്. മടവൂരി ശൈഖിനെ കുറിച്ച് അത് പാടിയപ്പോ എന്തായാലും പറഞ്ഞു മുസ്ലിമായി വന്നതല്ല. ഇവർക്ക് വഴിമരുന്നിട്ട് കൊടുത്തത് ഈ വ്യാജ തരീഖത്താണ്. എന്തുകൊണ്ട്? വഹാബി ചോദിക്കുന്നത് കണ്ടോ, അവർക്ക് ഈ പാട്ടിനെ മാത്രം എങ്ങനെ തള്ളാൻ പറ്റൂ? റിഫായി മാലിനെയും അതുപോലെ മൊഹീദ്ദീൻ മാലയെയും തള്ളണ്ടേ? അപ്പൊ ഇയാളെ ചോദ്യം അതിൻ്റെ ഇടയിൽ നല്ല കുലുങ്ങിച്ചു വല്ലാത്ത സന്തോഷത്തോടെയാണ്. കണ്ടോ, ഇവരെ ചോദ്യം എല്ലാവർക്കും വഹാബികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്നത് ചോദ്യത്തിനിക്ക് വലിയ ആകാശമുട്ടുന്ന ചോദ്യമാണ്, ശരി തന്നെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇയാൾ പറയുന്നത്. എല്ലാവർക്കും ചോദ്യം മനസ്സിലായിട്ടുണ്ട്. റിഫായി മാലിനിയും അതുപോലെ മൊഹീദ്ദീൻ മാല ഒക്കെ തള്ളേണ്ടി വരും. വെറും മടവൂര് മഹാനവറുകളുടെ പേരുണ്ടാക്കിയ പാട്ട് മാത്രം തള്ളാൻ പറ്റൂല. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ രണ്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഹാബികളെ പോലെ തന്നെയാണ്. ഒന്ന് വഹാബി ഒറിജിനൽ, അതുപോലെ മറ്റൊന്ന് പിന്നെ വഹാബിസം പുറത്ത് ഞങ്ങൾ വലിയ ആളാണെന്ന് പറഞ്ഞ് വഹാബിസം കൊണ്ട് നടക്കുന്ന ആളുകൾ. രണ്ടും ഞങ്ങളുടെ മുമ്പിൽ കണക്കാണ്. കാരണം ഞങ്ങൾക്ക് പിന്നെ മൊഹീദ്ദീൻ CM വലിയുല്ലാഹി അവരുടെ പാട്ട് ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളെ ചോദ്യം, അടുത്ത ചോദ്യം എന്താണ് നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവുക? എന്നാൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലടക്കം ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ, അത് അവരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ചതിലേക്ക് പ്രമാണമായി തെളിവുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നാൽ മാലകളിലും അതുപോലെ മൗലിദുകളിലും ഒക്കെ ഉള്ളതിനൊക്കെ പ്രമാണങ്ങളുണ്ട്. പരമ്പരാഗതമായി അംഗീകരിച്ചു പോകുന്നതാണ്, അതിന് പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, അവർ ചൊന്ന ബൈത്തിന്നോ ബഹജാ കിതാബിന്നോ അങ്ങീനെ തക്മീല തന്നീന്നും കണ്ടോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അവർ പറഞ്ഞ മൗലിദിലുള്ളതും അതുപോലെ മാലുകളിലുള്ളതും എല്ലാം
അത് പ്രമാണബദ്ധമാണ്. ബഹ്ജ, തക്മീല, അങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ആ പറഞ്ഞതിന് പ്രമാണമുണ്ടോ? അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ? ഖുർആനും ഹദീസിനും ഒക്കെ എതിരാണോ? അല്ല, അതിനും പ്രമാണങ്ങളുണ്ട്. എന്നാൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് മടവൂർ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരുണ്ടാക്കി ഈ പാട്ട് അത് സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമുക്ക് അതിനെ തന്നെ തള്ളുകയാണ്. അത് പ്രമാണബദ്ധമല്ല. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യം, വഹാബികളുടെ ചോദ്യം ഇനി വരിക എന്താണ്? ഈ വഹാബി അടക്കം അതുപോലെ വ്യാജത്വരീകത്തടക്കം ചോദിക്കുന്ന ചോദ്യം, അവരുടെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിലുണ്ടല്ലോ, ആ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള ആ ബൈത്ത് എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കാൻ പോവുക? എന്താണത്? ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ, ഇപ്പോൾ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ. ഇബ്ലീസിനെ ചതിക്കാൻ ചെന്നപ്പോ എന്നെ തുടർന്നോന്ന് പറഞ്ഞു. എന്നാൽ എന്താ കിട്ടാൻ പോകുന്ന? എന്നെ തുടർന്നാൽ എങ്കിലോ നിന്നെ ഞാൻ അവരി മഖാമദിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. എങ്ങനെയാണോ ആദ്യത്തെ മക്കാമുണ്ടായിരുന്ന സ്ഥാനം അടുത്തേക്ക് വീണ്ടും എത്തിക്കാം. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല, അത് പ്രമാണബദ്ധമാണ്. നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും സംഭവം ഞാൻ ചുരുക്കി പറയുകയാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തുഗാ. ഫിറഔന്റെ അടുക്കലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം. കാരണം അവൻ അതിക്രമം ചെയ്തിട്ട് അവൻ റബ്ബാണെന്നൊക്കെ വാദിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ടോ അവരോട് പോയിക്കൊണ്ട് പറയേണ്ട അവനോട് നല്ല മയമായ സംസാരം, നല്ല ലോലമായ സംസാരം, അതാണ് നിങ്ങൾ നടത്തേണ്ടത്. അങ്ങനെ ചെയ്താൽ അവന് ഉത്ബുദ്ധനാകാം, അതുപോലെ അവൻ ഭയഭക്തിയുള്ള ആളായിട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിലാണ് സംസാരിക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമും അതുപോലെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും അവർ രണ്ടുപേരും പോകുന്നത് എവിടേക്കാണ്? ഫിറഔന്റെ സമീപത്താണ്. ഫിറഔൻ ആരാ? ഫിറൗനെ കുറിച്ച് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ചു. തൊബറാനി, ബൈഹഖി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖലഖല്ലാഹു യഹ്യ ഇബ്നു സക്കരിയ ഫീ ബത്നി ഉമ്മിഹി മുഅ്മിനാ. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു സക്കരിയ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഭൂമിയിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചത് മുഅ്മിനായിട്ടാണ്. ഫീ ബത്നി ഉമ്മിഹി മുഅ്മിനാ. എന്നാൽ വഖലഖ ഫിർഔന ഫീ ബത്നി ഉമ്മിഹി കാഫിറാ. എന്നാൽ ഫിറഔനെ സൃഷ്ടിച്ചതോ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ കാഫിറായിട്ടാണ്. അപ്പൊ ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരൂല, ഉറപ്പാണ്. എന്നാൽ ഉറപ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരൂല എന്ന് ഉറപ്പ് 100% ഉണ്ടായിട്ടും അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പോയി അവരെ ക്ഷണിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വരൂ? ഒരിക്കലുമില്ല. പിന്നെ അവരോട് പറഞ്ഞത് എന്തിനാ? അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവിടെ നിന്ന് ഇസ്ലാമിക പ്രചരണം നടത്താൻ വേണ്ടി കൽപ്പനയൊക്കെ കൽപ്പിച്ച് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾക്ക് ഉത്തരവാദിത്വം ഫഇന്നമാ അലൈക്കൽ ബലാഗ് വൽ ഗർദു മിൻഹു തസ്ലിയത്തുർ റസൂൽ വതഅരീഫു അന്നല്ലദി അലൈഹി ലൈസ ഇല്ലൽ ബലാഗുൽ അൽ അദില്ലത്തി വഇൽഹാറുൽ ഹുജ്ജ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉത്തരവാദിത്വം, തെളിവ് സമർത്ഥിക്കുക, അതുപോലെ അതിനുള്ള പ്രമാണങ്ങൾ നബി തങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത്രേ ഉത്തരവാദിത്തമുള്ളൂ എന്ന് നബി തങ്ങളെ അറിയിക്കലാണ് ലക്ഷ്യം. ഫഇദാ ബല്ലഗ മാ ജാഅ ബിഹി ഫഖദ് അദ്ദാ മാ അലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും തെളിവൊക്കെ എത്തിച്ചു കൊടുത്താൽ നബി തങ്ങളുടെ ഉത്തരവാദിത്വം അത് വീട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൈസ അലൈഹി, നബി തങ്ങളുടെ മേൽ ഉത്തരവാദിത്വമില്ല, ഖബൂലുഹും, അവര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ള നബി തങ്ങളുടെ മേൽ ഉത്തരവാദിത്വമില്ല.
അപ്പോ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ഈ മഹാന്മാരുടെ പേരിൽ, അള്ളാഹുവിന്റെ നബിമാരുടെ പേരിൽ ഉത്തരവാദിത്വമുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കുള്ള ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കലാണ്. അപ്പോ പിന്നൊരു ചോദ്യമുണ്ട്, വല്ലാത്ത ചോദ്യം. എന്നാൽ ഇവരൊക്കെ പറയുന്ന കാര്യം എന്താണ്? അവ്വല് മക്കാമിലേക്ക് എത്തിക്കാം. അനീഫ് കായക്കൊടിയൊക്കെ എന്ത് ആവേശത്തോടു കൂടിയാണത് പറയുന്നത്. അവരെ ചതിപ്പാനായി ചെന്നാലേ ഇപ്പോൾ നീ എന്നെ തുടരുന്നു ചെന്നോവർ ചതിക്കാനായി ചെന്നതാണ്. അപ്പൊ പിശാചി ചെന്നപ്പോ ഇബ്ലീസ് ചെന്നപ്പോ ഇബ്ലീസിനോട് ഇസായി പറഞ്ഞതെന്താ? ഇപ്പോൾ നീ എന്നെ തുടരുന്നു ചെന്നോവർ, ഇനി നീ എന്നെ തുടർന്നോ, ഇനി നീ എന്നെ തുടർന്നോ. എന്നിട്ടോ എങ്കിലോ നിന്നെ ഞാൻ അവൽ മഖാമിൽ ആക്കുവാനെന്ന് കരുതി. കണ്ടോ ഈ പറഞ്ഞത്? നീ ഇപ്പോൾ തുടർന്നോ? അങ്ങനെ തുടർന്നാൽ നിന്നെ അവ്വൽ മക്കാമിലേക്ക് എത്തിക്കാം. അതിന് പറ്റുമോ എന്നാണ് ചോദ്യം. എന്നാൽ അത് അവ്വൽ മക്കാമിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഇല്ലേ? അതല്ല അവിടെ ഉദ്ദേശം. പിന്നെയോ അവിടെ ഉള്ള ഉദ്ദേശം അവർക്ക് ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുക. ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഈ നിലക്ക് നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കാമെന്ന് പറയാൻ അവർക്ക് പറ്റുമോ? പറ്റും. അതും വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞിട്ട് അല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞത് ഒരിക്കലും ഇസ്ലാമിലേക്ക് വരൂല, ഉമ്മയുടെ പള്ളിയിൽ തന്നെ അത് പിന്നെ ഇസ്ലാം എന്ന് പുറത്താണ്, വിശ്വസിക്കാത്ത ആളാണ് എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചതാണ്. അള്ളാഹുവിനെ നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നല്ല മയമായ സംസാരം സംസാരിക്കണം. അങ്ങനെ ചെയ്താൽ ഫിർഔനിക്ക് ഒരു പക്ഷേ ഉത്ബുദ്ധനാകാനും അതുപോലെ ഭയഭക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഉപദേശം കേട്ടാൽ അത് പിന്നെ ഉത്ബുദ്ധതയും അതുപോലെ ഭയഭക്തിയും വരുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട നല്ല നിലക്കുള്ള മെസ്സേജ് ആ ഉപദേശത്തിലൂടെ കൊടുക്കണം എന്നതുപോലെ അവിശ്വസിക്കൂല. എന്നാലും നല്ല സംസാരം, എന്നാൽ അവർ നന്നായി വരുമെന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നതുപോലെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ അടുക്കിലേക്ക് ഇബ്ലീസ് വന്നപ്പോ അവനോടും പറഞ്ഞത്, നീ വന്നാൽ നിനക്ക് വലിയ സ്ഥാനം കിട്ടും, പക്ഷേ വരൂല എന്നുള്ളത് അറിയാമെങ്കിലും പക്ഷെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കലാണ്. ആ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല ആവേശം ഉണ്ടാകുന്ന, നല്ല സാന്ത്വനം ലഭിക്കുന്ന പ്രയോഗമാണ് പ്രയോഗിക്കേണ്ടത് എന്ന് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ മാലയിലൂടെ അവിടെ നമുക്ക് സമർത്ഥിച്ചു തരികയാണ്. ഇതൊക്കെ മാലയും മൗലൂദും നല്ല പൊരുത്തത്തോടുകൂടെ കേൾക്കുകയും വായിക്കുകയും ചെയ്തവർക്ക് മാത്രമേ പറ്റൂ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾക്ക് അതിന് കഴിയോ? ഇബ്ലീസിനെ നന്നാക്കാൻ കഴിയൂലേ? ഇബ്ലീസിനെ നന്നാക്കാൻ കഴിഞ്ഞാലേ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾക്ക് ഇത്രയും സ്ഥാനമുള്ളൂ. എന്നാൽ ഇബ്ലീസിനെക്കാളും ചെറുതാണ് ഫിർഔൻ. എന്നാൽ റിഫായി ശൈഖിനെക്കാളും വലുതാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം എന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇവർക്ക് തർക്കമുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇബ്ലീസിനെക്കാളും ചെറുതായ ഫിർഔനിനെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനെക്കാളും വലിയ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമും അതുപോലെ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും ക്ഷണിച്ചിട്ട് വന്നിട്ടില്ലല്ലോ. അവരുടെ സ്ഥാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് സ്ഥാനം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കരിഞ്ചന്ത ഇസ്ലാമിലേക്ക് കയറ്റി കൂട്ടേണ്ടതില്ല, അതുപോലെ പ്രമാണങ്ങളിലേക്ക് കയറ്റി കൂട്ടേണ്ടതില്ല. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിക്കുകളുടെ നേതാവല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രചാരണം നടത്തിയിട്ടില്ലേ? എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ ഹബീബായ നബി തങ്ങളുടെ സ്ഥാനത്തിന് കുറവുണ്ടോ? അബൂജഹലിനെ ക്ഷണിച്ചിട്ടില്ലേ? ഉത്ബത്തിനെയും ശൈബത്തിനെയും ക്ഷണിച്ചിട്ടില്ലേ? അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ അള്ളാഹുവിന്റെ ഇതിന് അവന്റെ സമ്മതം അവർക്കുള്ളവർക്ക് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടില്ലേ, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹിന്റെ സമ്മതം പ്രകാരം, സമ്മതമില്ലാതെ ആരാണ് ശുപാർശ ചെയ്യുന്നത്?
എന്ന് അല്ലാഹു തആല ചോദിക്കുന്നില്ലേ? അള്ളാന്റെ സമ്മതം വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഓ നബിയേ, അങ്ങ് ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കാൻ പറ്റൂല. പക്ഷേ ഇന്നല്ലാഹ യഹ്ദി മൻ യശാ, പക്ഷേ വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടില്ലേ? അബൂജഹലിനെയും അതുപോലെ ഉത്ബത്തിനെയും അതുപോലെ മുനാഫിക്കീങ്ങളെയും എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി. പക്ഷേ സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തിന് കുറവുണ്ടോ? അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ കയറ്റിക്കൂട്ടിയിട്ട് സ്ഥാനം കൂട്ടി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. അതുപോലെ ഹബീബായ നബി തങ്ങളിലൂടെ എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്നിട്ടില്ലേ? ചന്ദ്രൻ പിളർന്നുകൊണ്ട് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലേ? എത്രത്തോളം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകനായിരുന്ന ഒരു ജൂതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കുട്ടി. ആ കുട്ടി കാന ഗുലാമുൻ യഹൂദിയുൻ യഖ്ദുമുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമരില്ലാ, നബി തങ്ങൾക്ക് സേവനമനുഷ്ഠിക്കുന്ന ഒരു ജൂതനായ കുട്ടി രോഗിയായി. ഫഅതാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉദുഹു, നബി തങ്ങൾ സന്ദർശനം നടത്തുന്ന രൂപത്തിൽ നബി തങ്ങൾ ചെന്നു. ഫഖഅദ ഇൻദ റസി, തലയുടെ അടുത്തങ്ങോട്ട് ഇരുന്നു. ഫഖാല ലഹു, ഉടനെ തന്നെ ഹബീബായ നബി തങ്ങളുടെ പ്രഖ്യാപനം, അസ്ലിം, മോനെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഇതുവരെ നിനക്ക് സാധിച്ചിട്ടില്ല, കർമ്മങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ നീ എനിക്ക് സേവനം ചെയ്ത മോനല്ലേ, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് നബി തങ്ങൾക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ജൂതനായ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, ഇസ്ലാമിലേക്ക് കടന്നു വരണം. ഉടനെ തന്നെ ഫനദറി ഇലാ അബീഹി വഹുവ ഇൻദഹു, ഈ കുട്ടിയുടെ വാപ്പയുടെ സമീപത്തേക്ക് ഈ കുട്ടി അങ്ങ് നോക്കി. ഫഖാല ലഹു, അപ്പ കുട്ടി പറഞ്ഞു, ഉപ്പ ആ മകനോട് പറയുകയാണ്, അത്തിയ അബൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് നീ വഴിപ്പെട്ടോ. ഫഅസ്ലമ, ഉടനെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ ഫഖർജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയുള്ള അല്ലാഹുവിന് സർവ്വസ്തുതിയും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ കുട്ടിയുടെ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പ്രയോഗമാണ്, നരകത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടില്ലേ, അവനിക്ക് വല്ലാത്ത സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപനം നടത്തി. ഏതെങ്കിലും പാള കിതാബിലല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. മറ്റു മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നടന്ന സംഭവങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലുതാണ്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അത് നടന്നിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തോട് ഒരിക്കലും കുറവാകുകയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഉള്ള പ്രമാണങ്ങൾ അത് സമർത്ഥിക്കാം. അതുപോലെ ഇല്ലാത്ത പ്രമാണങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നവർക്ക് അത് വഴിമരുന്നിട്ട് കൊടുക്കലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് അത് നിങ്ങൾ നിങ്ങളുടെ ഉദരപൂരണത്തിന് വേണ്ടി ചെയ്യരുതേ എന്ന് മാത്രം ഈ സമയത്ത് രേഖപ്പെടുത്തി അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.